Good evening, everyone. We are reading the book What Your Doctor Doesn't Know About Nutritional Medicine May Be Killing You, written by Dr. Reddy Stand, MD, first published in 2002. So, we were reading the chapter 13 on neurodegenerative diseases. So, yesterday we read on what is the reason for oxidative stress in brain and how it is resulting in brain related or nerve related diseases, namely the important uh, neuro related diseases we are going to read today: Alzheimer's, dementia, Parkinson's, and multiple sclerosis. So in that, Alzheimer's dementia affects more than 2 million Americans and is the major cause for admission to nursing homes. Alzheimer patients not only don't know what day it is, they don't even recognize their own families. So they are forgetting everything. They are not able to remember the day, time, whether they had food or they forgot to have food, or whether they slept or not. They are not even remembering their son, daughter, wife, mother, if they are. So like that. So nothing is more devastating than losing the ability to think. Anyone who has had to deal with Alzheimer's dementia within his family understands just how tragic this is. If you have a loved one who suffers from Alzheimer's, you appreciate the fact that it is the quality of life, not the quantity of life, with which most of us are concerned. നമ്മൾ അൽഷിമേഴ്സ് എന്നുള്ള മൂവി മോഹൻലാൽ അഭിനയിച്ചിട്ടുള്ള ഒരു മൂവി കണ്ടിട്ടുണ്ടാവും. സോ അതിലതിൻ്റെ വളരെ സീരിയസ് ആയിട്ടുള്ള, അദ്ദേഹത്തിന് എവിടെയാണെന്നോ എന്താണെന്നോ ആരാണെന്നോ സംസാരിക്കുന്നതിനെ പറ്റിയൊന്നും അറിയില്ല. ഈവൻ ഭക്ഷണം കഴിച്ചോ കഴിച്ചില്ലേ ഉറങ്ങിയോ ഒന്നും തന്നെ അറിയാത്ത പോലെ. ഈവൻ വസ്ത്രം പോലും അവർ ചിലപ്പോൾ ധരിച്ചു നടക്കണമെന്നില്ല. അത്രത്തോളം ഒരു മറവി, അവരുടെ എക്സിസ്റ്റൻസിനെ പറ്റി അവർക്ക് ഇല്ലാതെ വരുന്ന ഒരു ഭാവം. അങ്ങനെ വരുന്ന ആരെങ്കിലും നമ്മളുടെ ഏറ്റവും ഉറ്റവരായിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം വേദനാജനകമായിരിക്കും നമുക്കത്. സോ അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യണം എന്നുള്ളതിനെയാണ്, എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതാണ്. പ്രിവെൻഷനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. എങ്ങനെ അത് ഇല്ലാതിരിക്കണം, അതില്ലാതിരിക്കാനായിട്ട് നമ്മൾ ഇന്നലെ വായിച്ചിരുന്നു 10-20 വർഷം മുമ്പ് തുടങ്ങിയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ തുടങ്ങുന്നതെന്ന്. ഡയഗ്നോസ്റ്റ് ചെയ്യുന്നതിന് 20 കൊല്ലം മുമ്പേ ഇത് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. സോ ഐ ഹാവ് ട്രീറ്റഡ് ഹൺഡ്രഡ്സ് ഓഫ് അൽഷിമേഴ്സ് പേഷ്യൻസ് ഓവർ മൈ കരിയർ. I have seen them live 10 to 15 years of their lives isolated mentally from their family and friends. As I am writing this chapter, former President Ronald Reagan celebrated his 91st birthday. Sadly, the news media reported that he has not made a public speech in more than 10 years. The passage of another birthday becomes an empty and painful event for those suffering from Alzheimer's dementia and their families. So, Dr. Ray പറയുകയാണ്, 100 കണക്കിന് അൽഷിമേഴ്സ് പേഷ്യൻസിന് അദ്ദേഹത്തിന് ട്രീറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അവർ 10-15 വർഷത്തോളം ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയിൽ, ഫാമിലിയുടെ കൂടെ അല്ലാതെ തന്നെ ജീവിക്കേണ്ടതായിട്ടുള്ള, ഫാമിലി ഉണ്ടെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും അവരത് അറിയുന്നില്ല, അവർക്കത് മനസ്സിലാവുന്നില്ല. അപ്പം മനസ്സിലാകുന്ന ഉറ്റവർക്കത് വളരെ ഒരു വേദനയാണ്. അവർക്ക് ആ വേദന അനുഭവിക്കാനായിട്ട് പറ്റില്ല, കാരണം അവർക്കത് അറിയില്ല അവരുടെ കൂടെ ആരുണ്ടെന്നുള്ളത്. മകനാണോ ഉള്ളതെന്ന് പോലും അറിയില്ല. അപരിചിതരായിട്ടുള്ള വ്യക്തികളാണെന്നുള്ള പോലെയാണ് പെരുമാറുന്നുണ്ടാവുക. സോ ഈ ചാപ്റ്റർ ഡോക്ടർ റേ എഴുതുമ്പോൾ പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ അദ്ദേഹത്തിൻ്റെ 91ാമത്തെ ബർത്ത്ഡേ ആഘോഷത്തിനെ കുറിച്ച് മീഡിയ പറഞ്ഞതാണ് അദ്ദേഹം കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു പബ്ലിക് സ്പീച്ചും ചെയ്തിട്ടില്ല എന്ന്. സോ അതിന് കാരണം എന്താണ്? അദ്ദേഹത്തിന് ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പബ്ലിക് അപ്പിയറൻസ് പറ്റാതിരുന്നത്. സോ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് പോലും ചെയ്യാനായിട്ട് സാധിക്കുകയുമില്ല.
കുടുംബത്തിന് അത് സെലിബ്രേറ്റ് ചെയ്യാനുള്ള അവസരവും നഷ്ടപ്പെടുവാണ്. കാരണം അവർക്ക് മനസ്സിലാകുന്നില്ല, ആ വ്യക്തികൾക്ക് മനസ്സിലാകുന്നില്ല ബർത്ത്ഡേ ആണെന്ന്. നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നു എന്ന് മാത്രമേ അതിൽ അർത്ഥമാവുന്നുള്ളൂ. Numerous studies have presented evidence that clearly demonstrate free radical damage as the cause of Alzheimer's dementia. Recent findings by researchers at Case Western Reserve University concluded that increasing oxidative stress with age most likely accounts for all aspects of Alzheimer's disease. Strong evidence exists that patients with Alzheimer's have significantly depleted levels of antioxidants in their brains as well as high levels of oxidative stress. So, റിസർച്ച് സ്റ്റഡീസ് നടന്നിട്ടുള്ളതിൽ എക്സാമ്പിൾ ഒരെണ്ണം പറഞ്ഞിട്ടുള്ളത് കേസ് വെസ്റ്റേൺ റിസർവ് യൂണിവേഴ്സിറ്റിയിൽ നടന്നിട്ടുള്ള, അവിടെ അൽഷിമേഴ്സ് ഡിമെൻഷ്യയിൽ നടന്ന പഠനത്തിൽ മനസ്സിലായിട്ടത് ഫ്രീ റാഡിക്കൽ ഡാമേജ്, അതായത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് മൂലമുണ്ടാകുന്ന ഓക്സിജൻ്റെ മറ്റുള്ള കോശങ്ങളെ അല്ലെങ്കിൽ അതിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന തരത്തിലുള്ള അവസ്ഥ ഓരോ ഭാഗങ്ങളിലും സംജാതമാകുന്നു. അപ്പോൾ ഇവിടെയാണെങ്കിൽ ബ്രെയിൻ സെൽസിനെയും നെർവ് സെൽസിനെയും ബാധിക്കുന്നത് കൊണ്ട് അതിന് പെർമനൻ്റ് ആയിട്ടുള്ള നാശം വരികയാണ് ചെയ്യുന്നത്. സോ അൽഷിമേഴ്സിൽ ഉള്ള ആൾക്കാർക്ക് നല്ല ആൻറ്റി ഓക്സിഡൻസ് കൊടുക്കുകയാണെങ്കിൽ ഹൈ ലെവൽസ് ഓഫ് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിന് അവരെ കുറച്ചെങ്കിലുമൊക്കെ മുക്തമാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എവിഡൻസസ്, ബാക്ക് റെഫറൻസസ് കൊടുത്തിട്ടുണ്ട്. There is now great interest in the therapeutic benefits that Alzheimer's patients could receive from antioxidants. The New England Journal of Medicine reported in April 1997 a study showing that high doses of vitamin E could significantly decrease the progression of Alzheimer's dementia. So, ഈ മറവി രോഗത്തിൽ നിന്ന് കുറച്ചെങ്കിലും രക്ഷ നേടാനായിട്ട് ഹൈ ഡോസസ്, അത് തന്നെയാണ് പറയുന്നത്, വളരെ ഉയർന്ന നിലയിലുള്ള വൈറ്റമിൻ ഇ എന്നുള്ള ആൻറ്റി ഓക്സിഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ സാധിക്കുന്നുണ്ടെന്നുള്ള പഠനങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പഠനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങളെ വെച്ച് മാത്രമായിട്ട് നടത്തുന്നതായിരിക്കും. കേസ് കൺട്രോളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പുകളൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന സ്റ്റഡീസ് ആയിരിക്കും. അപ്പോൾ അതിൽ ഏതൊക്കെ നമുക്ക് മനുഷ്യ ശരീരത്തിലേക്ക് കൊടുക്കാൻ പറ്റുമോ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെപ്പറ്റി മൊത്തത്തിലൊരു സ്റ്റഡിയിൽ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സ്റ്റഡീനെ പറ്റി പറഞ്ഞത് പേഷ്യൻസ് വിത്ത് മോഡറേറ്റ് അൽഷിമേഴ്സ് ഹു ടുക്ക് 2000 international units of vitamin E in supplementation were able to remain at home an additional 2 to 3 years longer than the control group members who took a placebo. So, ഒരു പ്ലാസിബോ ട്രയലും 2000 ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് വൈറ്റമിൻ ഇ സപ്ലിമെൻറ്റ്സും കൊടുത്തിട്ടുള്ള ഒരു സ്റ്റഡിയിൽ അതിൽ കാണുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ വന്നിട്ടുള്ള ആൾക്കാരിൽ, കാരണം ഇങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അവരെ വീട്ടിൽ നിർത്തുകയല്ല ചെയ്യുന്നത്, വേറെ സ്ഥലങ്ങളിലേക്ക്, അമേരിക്കയിലത്തെ എക്സാമ്പിളാണ് ഡോക്ടർ റേ പറയുന്നത്, വേറെ ഹൗസുകളിലേക്ക് മാറ്റുന്നുണ്ടാവും, പ്രത്യേക ഇടങ്ങളിലേക്ക് മാറ്റുന്നുണ്ടാവും. അപ്പം ഇങ്ങനെ ഇത് ഈ പറയുന്ന ട്രയൽസ് നടന്ന ആൾക്കാരിൽ പിന്നെയും 2-3 കൊല്ലം കൂടിയൊക്കെ അവർക്ക് വീട്ടിൽ തന്നെ താമസിക്കാനുള്ള അവസരം, അത്രയും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ ഇത് ഏറ്റവും ലാസ്റ്റ് ഫേസിൽ ചെയ്യുന്ന ഒരു ട്രയലാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് മുൻപേ തന്നെ നമ്മൾ ഇതെല്ലാം ചെയ്തുകൊണ്ട് ഇരിക്കണം, പ്രീ പ്ലാൻ ചെയ്ത് പ്രിവെൻറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇറ്റ് ഈസ് നോട്ട് ഹാർഡ് ടു റിയലൈസ് ദ കോസ്റ്റ് സേവിങ്സ്, നോട്ട് ടു മെൻഷൻ ദ പീസ് ഓഫ് മൈൻഡ് ഈച്ച് ഫാമിലി കുഡ് എൻജോയ് ബൈ പോസ്റ്റ്പോണിങ് നഴ്സിംഗ് ഹോം കെയർ ഫോർ എനി ലെങ്ത് ഓഫ് ടൈം. സോ എക്സ്പെൻസസ് നോക്കാതെ നമ്മളിപ്പോൾ ഇതിനെപ്പറ്റി നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു സമാധാനം, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഫാമിലി മെമ്പേഴ്സ് എപ്പോഴും ഈ വ്യക്തിയുമായിട്ട് നഴ്സിംഗ് ഹോമിലേക്ക് വിസിറ്റ് ചെയ്യാനും ഇവർക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാനും അങ്ങനെ നടക്കുന്നതിന് പകരം വീട്ടിൽ തന്നെ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ ആൻറ്റി ഓക്സിഡൻസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. Other clinical trials in which patients with Alzheimer's dementia used various antioxidants such as vitamin C, vitamin A, vitamin E, zinc, selenium and lutein, a bioflavonoid antioxidant, have also been encouraging. ഇപ്പോൾ ഈ പറയുന്ന തരത്തിലുള്ള ന്യൂട്രിയൻസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ക്ലിനിക്കൽ ട്രയൽസ് നടന്നിട്ടുണ്ട്. ഇത് 2002 പബ്ലിഷ് ചെയ്തിട്ടുള്ള ബുക്കാണ്. ഇപ്പോൾ നമുക്ക് ഇതിനേക്കാളൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രീഷണൽ ഇൻ്റർവെൻഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ട്രയൽസും റിസർച്ച് മാത്രമല്ല നമ്മൾക്ക് തന്നെ അറിയുന്ന ഒരുപാട് വ്യക്തിപരമായിട്ട് തന്നെ അറിയുന്ന നമ്മുടെ സെൻറ്ററുകളിൽ നടക്കുന്നത് നമുക്കറിയാം. സോ നെക്സ്റ്റ് ഡിസീസ് ഈസ് പാർക്കിൻസൺസ് ഡിസീസ്. A stooped posture, slow voluntary movement, rigidity,
and a pill rolling tremor that causes the hands to move back and forth in a rolling action characterized Parkinson's disease. So Parkinson's disease വന്ന ആൾക്കാരിൽ അവരുടെ നിയന്ത്രണത്തിലല്ലാതെ കൈകളെല്ലാം ചലിക്കാൻ തുടങ്ങും, വിരലുകൾ ചലിക്കുക. പിന്നെ പിൽ റോളിങ്, ഒരു ട്രമ്മർ, വിറയൽ വന്ന പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. പുറകിലേക്കും മുന്നിലേക്കും ഒക്കെ കൈ ഇങ്ങനെ മാറ്റുക. അങ്ങനെ സ്വന്തം ഇഷ്ടത്തിനല്ലാതെ അവരറിയുന്നുണ്ടാവില്ല കൈകൾ ഇങ്ങനെ വിരലുകളൊന്നും ചലിക്കുന്നതൊന്നും. അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ വായിച്ച ആ ആർട്ടിസ്റ്റ്, പെയിൻറ്ററിൻ്റെ, അദ്ദേഹം ഒരു ആക്ടറും കൂടെയായിരുന്നു, സെലിബ്രിറ്റി ആയിരുന്നു, ഫേമസ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാൾ എന്ന് പറയുന്നത്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിലും നമ്മൾ കണ്ടതാണ് എക്സാമ്പിൾ ഡോക്ടർ റേ പറഞ്ഞത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായത്. അപ്പോൾ കൈകളുടെ ചലനങ്ങൾ കുറച്ചെങ്കിലും നിയന്ത്രിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പെയിൻറ്റ് ചെയ്യാനായിട്ട് പിന്നെ സാധിച്ചു എന്നുള്ളത്. Public appearances by Muhammad Ali have made us all more aware of the effects of this debilitating disease. These encumbrance are the reason Carl's story is so profound. Unbelievably, Carl's disease is much more severe than Ali's, and yet he is still able to paint. സോ ഇതിൽ മുഹമ്മദ് അലി എന്ന് പറയുന്ന ആ സെലിബ്രിറ്റിയുടെ കാര്യം പറയുകയാണ്. അദ്ദേഹത്തിന് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയുന്നതാണ്. പക്ഷേ കാളിൻ്റെ സ്റ്റോറിയിൽ, പെയിൻറ്ററായിട്ടുള്ള കാളിൻ്റെ സ്റ്റോറിയിൽ മുഹമ്മദ് അലിയേക്കാളും സിവിയർ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഉണ്ടായിരുന്നത് എന്ന് ഡോക്ടർ റേ ആണ് പറയുന്നത്. A wide variety of studies support the role of free radicals as the underlying cause of Parkinson's. The actual cell death, approximately 80%, in the area of the brain called the substantia nigra, leads to decreased production of dopamine, a substance that allows the brain to function normally. So ബ്രെയിനിൻ്റെ ഫങ്ഷന് അത്യാവശ്യമായിട്ടുള്ള ഡോപ്പമൈൻ്റെ സെക്രീഷൻ, അതിൻ്റെ പ്രൊഡക്ഷൻ വളരെ കുറഞ്ഞു പോകുന്നു. കുറഞ്ഞു പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർക്കിൻസൺസ് വരുമ്പോൾ ബ്രെയിനിൻ്റെ 80% ഓഫ് ദ ഏരിയ, സബ്സ്റ്റാൻഷ്യ നിഗ്ര എന്ന് പറയുന്ന ആ ഭാഗത്തിൻ്റെ 80% ഏരിയ ഡാമേജ് ചെയ്ത് പോകുമ്പോൾ ഡോപ്പമിൻ സെക്രീഷൻ ഇല്ലാതായി പോകുന്നത്, വളരെ കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ് പാർക്കിൻസൺസ് ഉണ്ടാകുന്നത്. Studies indicate that patients with early Parkinson's disease who received high doses of vitamin C and vitamin E were able to slow the progression of their disease. സോ ഡയഗ്നോസ് ചെയ്യുമ്പോൾ എപ്പോഴാണോ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് തുടങ്ങുന്ന സമയത്ത് തന്നെ ഹൈ ഡോസസ്, വളരെ ഉയർന്ന നിലയിലുള്ള വൈറ്റമിൻ സിയും ഇയും എല്ലാം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, അപ്പോൾ ഉയർന്ന നിലയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓറലി കൊടുക്കുന്നതല്ല, അത് നമ്മൾ ഇൻട്രാവിനസ് ആയിട്ട് ഡ്രിപ്പിൽ കൊടുക്കുന്നതാണ്, ഇഞ്ചക്ഷൻസ് ആയിട്ട് കൊടുക്കുന്നതാണ്. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ വേഴ്സ്റ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് അത് പോകാതെ തടയാനായിട്ട് അത് സാധിക്കുന്നുണ്ട് എന്നാണ്. They actually avoided taking any medication for their disease for approximately 2 years longer than the control group. Glutathione and N-acetyl-L-cysteine, both antioxidants, were also effective in protecting the nerves in the substantia nigra from further damage by oxidative stress. So ഈ പറയുന്ന ന്യൂട്രിയൻസിൻ്റെ കൂടെ തന്നെ ഗ്ലൂട്ടാത്തയോണും N-acetyl-L-cysteine രണ്ടും ആൻറ്റിയോക്സിഡൻസ് തന്നെയാണ്. ഇതും കൊടുത്തുകൊണ്ട് നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്, പ്രോഗ്രഷൻ തടയാനായിട്ട്. അവരുടെ ഈ ഷിവറിങ്ങും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് എല്ലാം അത് പിന്നീട് അങ്ങനെ കൂടുതൽ ആകാതെ ഇരിക്കാനായിട്ട് തടയാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഡോക്ടർ റേ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണ്. നെക്സ്റ്റ് സബ് ഹെഡിങ് ഈസ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്. മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എഫക്ട്സ് അബൌട്ട് 250,000 Americans and is about twice as common in women as in men. സോ ഇത് 2002 കണക്കാണ്. 250,000 അമേരിക്കൻസിനെ ബാധിച്ചിട്ടുള്ള ഒരു കണക്കാണ് അപ്പോൾ പറയുന്നത്. അന്ന് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വളരെ അപൂർവമായിരിക്കാം, കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ്. എന്നാൽ അറിഞ്ഞാൽ തന്നെ നമുക്കത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ലായിരിക്കാം. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഒരുപാട് കുടുംബങ്ങളിൽ ഇത് ആരെങ്കിലുമൊക്കെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. Unlike Alzheimer's, Dementia and Parkinson's disease, in which the brain cells are actually damaged, this disorder affects the myelin sheath, the insulation around the nerve. This breakdown of the myelin, called demyelination, results in impairment of the function of the nerve. It is like an electrical wire that shorts out because of a breakdown in the insulation around the wire, and it is responsible for the clinical symptoms of multiple sclerosis.
സോ അൽഷിമേഴ്സിൻ്റെയും അതായത് മറവി രോഗവും പാർക്കിൻസൺസും ഇത് രണ്ടിനെയും വെച്ച് നോക്കുവാണെങ്കിൽ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറയുന്ന അസുഖത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വയറിങ്ങിൽ അതിന് പുറത്ത് ഒരു ഇലക്ട്രിക്കൽ വയറിന് പുറത്ത് ഒരു കോട്ടിംഗ് ഉണ്ടാവും ഇല്ലേ, നമുക്ക് ഷോക്ക് അടിക്കാൻ വേണ്ടി ലീക്ക് ചെയ്യാതിരിക്കാൻ. അതുപോലെയുള്ള നമ്മുടെ നെർവ് സെൽസിന്, നമ്മുടെ നെർവുകൾ, അത് ഞരമ്പുകൾ എന്ന് പറയുന്നത് രക്തക്കുഴലല്ല, ഞരമ്പുകൾ, അതിൻ്റെ പുറത്തുള്ള ഒരു കോട്ടിംഗ് ഉണ്ട്, മൈലിൻ ഷീത്ത് എന്ന് പറയുന്ന ഒരു കോട്ടിംഗ് ഉണ്ട്. അപ്പോൾ അതിന് വരുന്ന നാശമാണ് ഈ പറയുന്ന മൾട്ടിപ്പിൾ സ്ക്ലീറോസിന് കാരണം. അപ്പോൾ എന്തുണ്ടാവും, കറക്റ്റായിട്ട് ഇത് വർക്ക് ചെയ്യുകയില്ല. നമുക്കിപ്പോൾ ഒരു കാര്യം നമുക്ക് സെൻസ് ചെയ്യണമെങ്കിൽ, നമുക്ക് തൊട്ടാൽ ചൂട് അനുഭവപ്പെടണമെങ്കിൽ, നമ്മളെ ആരെങ്കിലും തൊട്ടാൽ നമുക്ക് അനുഭവപ്പെടുന്നത്, ഇതിനെല്ലാത്തിനും നെർവ് എൻഡിങ്സും നെർവ്സിൻ്റെ പുറത്തുമുള്ള ഈ കോട്ടിങ് അത് വളരെ കറക്റ്റായിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിലുള്ള മിനറൽസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനറൽസ് അതിൽ വന്നാൽ മാത്രമേ നെർവ്സിന് ഫങ്ഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ മൈലിൻ ഷീത്തിന്, കോട്ടിംഗ് ആയിട്ടുള്ള മൈലിൻ ഷീത്തിന് ഡാമേജ് വരുന്നതാണ്, അതായത് ഇൻസുലേഷൻ എന്ന് പറയുന്ന ഭാഗത്തിന് ഡാമേജ് വരുന്നു. അതിനെയാണ് ഡീമൈലിനേഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറയുന്ന അസുഖത്തിലേക്ക് എത്തുന്നത്. ഡോക്ടർ എസ്.എം. ലേവൈൻ proposed in 1992 that the hydroxyl free radical found in excess within the myelin sheath caused multiple sclerosis. സോ വേറൊരു ഡോക്ടർ, സയൻറ്റിസ്റ്റ്, അദ്ദേഹം നടത്തിയ പഠനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ മൈലിൻ ഷീത്തിൻ്റെ നാശമാകുന്നത് അതിന് കാരണം എന്താണ്, ഫ്രീ റാഡിക്കൽസ് തന്നെയാണ്. നമ്മളുടെ ശരീരത്തിലേക്ക് ആവശ്യമില്ലാതെ കയറി വരുന്ന ടോക്സിൻസും കെമിക്കൽസും എന്തൊക്കെയാണോ അതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഇത് ഉണ്ടാകുന്നത്. അത് സ്ട്രെസ് കൊണ്ടും ഉണ്ടാകാം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അറിയാലോ, ബ്രെയിൻ എന്ന് പറയുന്നത് എത്രത്തോളം ഇമോഷണലി നമ്മളെ ബാധിക്കുന്ന ഒരു ഏരിയയാണ്. Other investigators have documented the fact that oxidative stress was significantly higher in patients with MS during a flare-up when compared to MS patients who were stable. So multiple sclerosis ആണെന്ന് ഡയഗ്നോസ് ചെയ്തിട്ടുള്ള പേഷ്യൻസിൽ അവർ വളരെ വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ ശരീരത്തിലുള്ള ഓക്സിഡേറ്റീവ് സ്ട്രെസ് വളരെ കുറവാണെന്നാണ് പറയുന്നത്, സ്റ്റേബിളായിട്ടിരിക്കും. അതേസമയം അവർ വയലൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ആകെ ഇറിറ്റേറ്റഡ് ആയിട്ടോ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയം നോക്കിക്കഴിഞ്ഞാൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടുതലാണെന്ന് തന്നെയാണ് പറയുന്നത്. ഇതിനും സയൻറ്റിഫിക് എവിഡൻസസ് ഉണ്ട്. MS differs from the other neurodegenerative diseases in that the mechanism of injury to the central nervous system and peripheral nerves is the immune system rather than outside toxins. When one's own immune system attacks the myelin sheath, this creates oxidative stress that damages the nerves. സോ മറ്റുള്ള ന്യൂറോഡീജനറേറ്റീവ് ഡിസീസുകളിൽ നോക്കുകയാണെങ്കിൽ, ആ രോഗങ്ങളിൽ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ അൽഷിമേഴ്സ്, പാർക്കിൻസൺസ് പറഞ്ഞു, അതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ വലിയൊരു വ്യത്യാസം എന്ന് പറയുന്നത്, മൾട്ടിപ്പിൾ സ്ക്ലീറോസിലെ വലിയ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ തന്നെ പ്രതിരോധ ശക്തി എന്ന് പറയുന്നത് ഇമ്മ്യൂൺ സിസ്റ്റം, അത് തന്നെയാണ് നമ്മുടെ ശരീരത്തിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് ഇതിൽ വരുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിൻ്റെ കൂടെ അത് നിലനിൽക്കുകയും നമ്മളുടെ ശരീരം തന്നെ നമ്മളുടെ ശരീരത്തിലുള്ള കോശങ്ങളെ തന്നെ, നെർവ്സിനെ തന്നെ, അതിൻ്റെ ഏതൊക്കെ ഓർഗൻസിലാണോ അത് നന്നായിട്ടുള്ളത്, പ്രത്യേകിച്ച് ബ്രെയിനിൽ, അതിനെ തന്നെ സ്വയം അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കുന്ന രീതിയിൽ മാറിപ്പോവുക എന്നുള്ളതാണ്. പ്ലീസ് മ്യൂട്ട് ആര്യ. Multiple sclerosis responds amazingly well to cellular nutrition. There is no doubt in my mind that unlike Alzheimer's, dementia and Parkinson's disease, in which irreversible damage has been done to brain cells, the body does have the potential to repair damage to the myelin sheath. Placing MS patients on potent antioxidants is critical. സോ സെല്ലുലാർ ന്യൂട്രീഷൻ നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, സെൽസിൻ്റെ ഹെൽത്തിനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഓരോ കോശത്തിനും വേണ്ടിയിട്ടായിട്ടുള്ള പോഷകങ്ങൾ വളരെ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ഡയഗ്നോസ് ചെയ്തിട്ടുള്ള പേഷ്യൻസിൽ വരെ വളരെയധികം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നു. അതിന് ഒരു സംശയമില്ല എന്നാണ് പറയുന്നത്. അൽഷിമേഴ്സ്, ഡിമെൻഷ്യ, പാർക്കിൻസൺസിൽ വരുന്ന രോഗികളിൽ അവരുടെ ബ്രെയിൻ സെൽസിന് ഡാമേജ് വന്നിട്ടുണ്ട്, അവർക്കൊരു നാശം വന്നിട്ടുണ്ട്. 80% നാശം, അതായത് 10-20 കൊല്ലം കൊണ്ട് വന്നിട്ടുള്ള നാശത്തിൽ നിന്നാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്തിരിക്കുന്നത് തന്നെ. അപ്പോൾ ആ നാശം വന്നിട്ടുള്ള കാര്യത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. പക്ഷേ ബാക്കിയുള്ള ഭാഗങ്ങളെ, നാശം വന്നിട്ടുള്ള ഭാഗങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ, അവരുടെ ഫിസിക്കലി ഉള്ള കാര്യങ്ങളെ, അവരുടെ മറ്റുള്ള ഓർഗൻസിൻ്റെ കാര്യങ്ങളെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അത്രേ പറ്റുള്ളൂ അതിൽ. പക്ഷേ MS, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസിൽ
മൈലിൻ ഷീത്തിന് വരുന്ന ഡാമേജസ് ആയതുകൊണ്ട് അത് തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇതൊക്കെ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറയുന്ന ഇതിനൊക്കെ ശരിക്കും ഒരു രീതിയിലും അത് ഇമ്മ്യൂണിറ്റി സ്വയം ഓട്ടോ ഇമ്മ്യൂൺ ആണെന്ന് പറഞ്ഞുകൊണ്ട് അത് യാതൊരു തരത്തിലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ആൾക്കാർ കരുതുന്നത്. In an attempt to slow or even reverse Parkinson's disease, multiple sclerosis or Alzheimer's dementia, we haven't yet used antioxidants to their full potential. This is true for a couple of major reasons. First, as I said earlier, by the time a physician is able to diagnose Alzheimer's dementia or Parkinson's disease, a significant number of cells in the brain have already been destroyed. We just don't start treatment soon enough. Second, if we are going to see any success in decreased risk of delayed progression of neurodegenerative diseases, we must research the effects of antioxidants that cross over into the brain easily. Third, for patients with a disease like multiple sclerosis, we need to be also using antioxidants that are going to be more effective in getting into both the brain and the nerves. Researchers are not yet studying antioxidants that can smoothly pass through what is known as the blood-brain barrier. സോ ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആക്ച്വലി ഉള്ളത് തന്നെയാണ്. അതായത് നമ്മൾ വിചാരിക്കുന്ന നമ്മളൊരു കാര്യം വായിൽ കൂടെ കഴിക്കുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ ശ്വസിക്കുമ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ മസ്തിഷ്കത്തിനുള്ളിലേക്ക് ബ്രെയിനിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാനായിട്ട് അത്ര എളുപ്പമല്ല. അതിനുള്ള ഒരു തടസ്സമുണ്ട്. അതിനെ ക്രോസ് ചെയ്ത് പോകുന്ന സാധനങ്ങൾ മാത്രമേ തലച്ചോറിലേക്ക് എത്തിയിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ അവിടെയാണ് ആരാണെങ്കിലും ഒരു ചികിത്സ ചെയ്യുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന റിസ്ക് അവിടെയാണ്. എന്ത് സാധനത്തിൽ എന്തിൻ്റെ കൂടെ കൊടുത്താലാണ് നമ്മൾ പച്ചക്കറിയാണോ പഴങ്ങളാണോ എന്തോ ആണോ എന്നുള്ളതല്ല, അത് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ബ്രെയിനിലേക്ക് കിട്ടണമെങ്കിൽ ബ്രെയിനിലേക്ക് എത്തിയാൽ മാത്രമേ ബ്രെയിൻ സെൽസിലേക്ക് എത്തിയാൽ മാത്രമേ അവിടെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുള്ളൂ. സോ ഈ പാർക്കിൻസൺസ് ഈ പറയുന്ന ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസിലെല്ലാം ആദ്യത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കുന്ന ഡോക്ടർ റേ പറയുന്നത്, ഫിസിഷ്യന് ആദ്യം തന്നെ ഈ ബ്രെയിൻ ഡാമേജസ് വന്നിട്ടുള്ള ഒരാളെ കിട്ടുമ്പോൾ അതിൽ പിന്നീട് ഫർദർ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസിൽ ആൻറ്റി ഓക്സിഡൻസ് ഉപയോഗിച്ചിട്ടുള്ള എത്രത്തോളം ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെ ക്രോസ് ചെയ്തുകൊണ്ട് എത്ര ആൻറ്റി ഓക്സിഡൻസ് പോയി വർക്ക് ചെയ്യും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള എവിഡൻസ് ബേസ്ഡ് സ്റ്റഡീസ് ഉണ്ടായിരുന്നില്ല. 2002 പബ്ലിഷ് ചെയ്തിട്ടുള്ള ബുക്കാണ്. സോ അന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് പബ്ലിക്കേഷൻസും ഉണ്ട്, ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുമുണ്ട്. പക്ഷെ നമ്മളുടെ കോമൺ സ്റ്റാൻഡേർഡ് എന്താണോ തെറാപ്പീസ് നടക്കുന്നത് അതിലൊന്നും ഇത് മേജറായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടില്ല എപ്പോഴും. തേർഡ്, മൂന്നാമത്തെ കാരണം പറയുന്നത്, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസിൽ ഈ ബ്രെയിൻസിൻ്റെയും നെർവ്സിൻ്റെയും ഡാമേജസ് ഒരുപാടൊന്നും മറ്റുള്ളതിന് അത്രയും വരാത്തത് കൊണ്ട് അതിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ റിസർച്ചേഴ്സ് അതിനെപ്പറ്റിയിട്ടുള്ള സ്റ്റഡീസ് അന്ന് നടത്തിയിട്ടില്ല. ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്താണ് എന്നാണ് ഇനി അടുത്തതായിട്ട് പറയുന്നത്. നെക്സ്റ്റ് സബ് ഹെഡിങ് ഈസ് ദ ബ്ലഡ് ബ്രെയിൻ ബാരിയർ. The brain needs a barrier that separates it from the blood to permit complex nerve signaling. The blood-brain barrier is a thick lining of epithelial cells that are present in the small arteries that course through the brain. This lining is designed with very tight junctions, which makes crossover of nutrients into the brain cells particularly difficult. So, വളരെ വളരെ തിക്കായിട്ടുള്ള കട്ടി കൂടിയിട്ടുള്ള എപ്പിത്തീലിയൽ സെൽസ് കൊണ്ടാണ് ഈ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ ചെറിയ തരത്തിലുള്ള ആർട്ടറീസ് ആണ്. ആർട്ടറീസ് എന്ന് വെച്ചാൽ നമുക്ക് കണ്ണിലൊന്നും കാണാൻ പറ്റാത്ത അത്രയും മൈക്രോസ്കോപ്പിൽ തന്നെ കാണാൻ പറ്റുന്ന ആ തരത്തിലുള്ള രക്തക്കുഴലുകളാണ് ഈ പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതിന് കുറേയധികം ജംഗ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ക്രോസ് ഓവർ, അതിന് കൂടെ ക്രോസ് ചെയ്ത് പോകണം, അത് കടന്നു പോകണം. അങ്ങനെ കടന്നു പോകാൻ തരത്തിലുള്ള ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്, അതിനെ കടന്നു പോകുന്ന തരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻസ് ഏതാണെന്നുള്ളതിനെപ്പറ്റി അത് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വിഷമകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. Important nutrients needed by the brain actually have specialized transporting proteins available, allowing them to cross this barrier. At the same time, toxic substances, infectious organisms, and most other nutrients have difficulty passing through this barrier. എന്തിനാണ് അങ്ങനെ ഉണ്ടായിട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ വിഷമുള്ള സാധനങ്ങൾ, അങ്ങനത്തെ ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങൾ
പിന്നെ പകരുന്ന വൈറസ്, ബാക്ടീരിയ അങ്ങനെയുള്ള സാധനങ്ങൾ, ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ എന്നിട്ടും കണ്ടിട്ടുണ്ട് ബ്രെയിനിൽ പ്രോട്ടോസോവയൊക്കെ പോയിട്ട് അറ്റാക്ക് ചെയ്യുന്നതായിട്ട്. സോ അങ്ങനെയുള്ള അതുപോലെ തന്നെ പോഷകങ്ങളും ഇത് ക്രോസ് ചെയ്ത് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. ദിസ് കീപ്സ് ദ ബ്രെയിൻ ഐസൊലേറ്റഡ് വിത്ത് ഓൺലി ഇറ്റ്സ് മോസ്റ്റ് എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഏബിൾ ടു എൻ്റർ. അതുകൊണ്ട് തന്നെ ബ്രെയിനിലേക്ക് അത്ര എളുപ്പമല്ല പോഷകങ്ങളെ ഇങ്ങനെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് എത്തിക്കുക എന്നുള്ളത്. മച്ച് ലൈക്ക് എ മെഡീവിയൽ കാസിൽ സറൗണ്ടഡ് ബൈ വാട്ടർ ആൻഡ് എ ഹൈ വാൾ whose entry is a drawbridge. So our brain also has significant protection from the dangers of the outside world. God created this amazing defensive barrier for the protection of this very sensitive area of our body. സോ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ തല എന്ന് പറയുന്നത് നമ്മുടെ തലയോട് എത്ര കട്ടിയുള്ള ഒരു ഇതാണ്. അതിനുള്ളിലാണ് നമ്മളുടെ തലച്ചോറിനെ, മസ്തിഷ്കത്തിനെ വെച്ചിരിക്കുന്നത്, അത്രയും പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ഡോക്ടർ റേ പറയുന്നത് ദൈവം എത്ര നല്ല രീതിയിലുള്ള ഒരു ക്രിയേറ്റിവിറ്റിയാണ് ചെയ്തിരിക്കുന്നതെന്നാണ്. നമ്മുടെ മസ്തിഷ്കത്തിനെ അത്രയും നന്നായിട്ടാണ് പ്രൊട്ടക്ട് ചെയ്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, വേറെ ഒന്നും അതിനുള്ളിലേക്ക് കയറാത്ത പോലെ. അങ്ങനെ വേറെ ഒന്നും കയറാത്ത രീതിയിൽ ഇരിക്കുന്നതിന് തന്നെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പർപ്പസ്ഫുള്ളി നമ്മൾ ഓരോന്നും ചെയ്ത് നാശം സംഭവിക്കുമ്പോൾ എന്താണ് ഉണ്ടാവുക? അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ എത്തിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുകയാണ്. പക്ഷേ നമ്മളുടെ ആയുർവേദത്തിലൊക്കെ എല്ലിലേക്കും ബ്രെയിനിലേക്കും നെർവ്സിനൊക്കെ എന്തെങ്കിലുമൊക്കെ മരുന്നുകൾ കൊടുക്കുമ്പോൾ എപ്പോഴും നെയ്യിലാണ് കൊടുക്കുന്നത് കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഗീയുടെ പ്രിപ്പറേഷൻസ് ഒരുപാട്. നമ്മളുടെ അൽഷിമേഴ്സ് വരുന്ന, പാർക്കിൻസൺസ് വരുന്ന പേഷ്യൻസിനെല്ലാം നല്ല രീതിയിലുള്ള ഹെൽത്തി ഫാറ്റാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒമേഗ 3 ഒക്കെ നല്ല ഹൈ ഡോസിൽ തന്നെയാണ് കൊടുക്കുന്നത്. നെയ്യ് കൊടുക്കുന്നു, വെളിച്ചെണ്ണ കൊടുക്കുന്നു, വെർജിൻ കോക്കനട്ട് ഓയിൽ കൊടുക്കുന്നു, തേങ്ങ കൊടുക്കുന്നു. ഇതൊക്കെ കൊടുക്കുമ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട്. അപ്പോൾ ഹെൽത്തി ഫാറ്റ്, അപ്പോൾ നമ്മുടെ പണ്ടത്തെ ആ കൺസെപ്റ്റ് നല്ല നെയ്യിൽ മരുന്ന് കൊടുക്കുക എന്നുള്ള കൺസെപ്റ്റ് ഇവിടെ വർക്ക് ആകുന്നുണ്ടായിരുന്നു. അതൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്നത് കൊണ്ടാണ് അന്ന് ഇങ്ങനത്തെ രോഗങ്ങൾ അധികം ഇല്ലാതിരുന്നതും. ഇപ്പം നമ്മൾ ആ ഹെൽത്തി ഫാറ്റിനെ പേടിച്ചുകൊണ്ട് ഒട്ടും തന്നെ ഉപയോഗിക്കാതിരിക്കുമ്പോഴാണ്. എന്നിട്ട് യൂറോപ്യൻസ് വേണം ഇപ്പോൾ സ്റ്റഡി ചെയ്തിട്ട് കോക്കനട്ട് ഓയിൽ പാർക്കിൻസൺസിനും മറവി രോഗത്തിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് വരുത്തുന്നത്. സോ യു വണ്ടർ വാട്ട് ഹാസ് ഗോൺ റോങ് ഇൻ ദ കേസ് ഓഫ് ഏജിങ് ഓഫ് ദ ബ്രെയിൻ ആൻഡ് ന്യൂറോളജിക്കൽ ഡിസീസ്. സോ ഡോക്ടർ റേ ചോദിക്കുകയാണ്, എങ്ങനെയാണ് അപ്പോൾ നമ്മുടെ തലച്ചോറിന്, ബ്രെയിനിന് ഏജിങ്, വയസ്സാകുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ന്യൂറോളജിക്കലായിട്ടുള്ള അസുഖം ഉണ്ടാകുന്നത്? ദ ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റ് അറ്റ് ദ റാബിൻ മെഡിക്കൽ സെൻറ്റർ ഇൻ ടെൽ അവീവ് concluded that as a result of today's environment, the brain is exposed to a significantly increased amount of toxins such as heavy metals and thus oxidative stress. The antioxidants defense system is no longer completely effective in protecting this vital organ. They believe that additional antioxidants, which particularly need to be taken in supplementation, have the potential for diminishing or maybe even preventing the damage increased oxidative stress causes. They warn, however, that the antioxidants must be ones that can readily cross over the blood-brain barrier. സോ റാബിൻ മെഡിക്കൽ സെൻറ്റർ ടെൽ അവീവ് നിന്ന് അവിടെ നടത്തിയിട്ടുള്ള ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നടത്തിയിട്ടുള്ള സ്റ്റഡീസിൽ കാണുന്നത്, ഈ പറയുന്ന ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെ ക്രോസ് ചെയ്തിട്ട് ടോക്സിൻസിനെയും അവിടെ വന്നു പെട്ടിട്ടുള്ള ഈ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെ ക്രോസ് ചെയ്തിട്ടാണ് ടോക്സിൻസും മറ്റുള്ള ഹെവി മെറ്റൽസ്, നമ്മളുടെ പല ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്നുള്ള മെറ്റൽസ് എല്ലാം ഉള്ളിൽ പോയി അടിഞ്ഞു കൂടിയിട്ട് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കുകയും എല്ലാം ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു രോഗത്തിലേക്ക്, ഒപ്പം നമുക്ക് വേണ്ടിയിട്ടുള്ള പോഷകങ്ങൾ ഉള്ളിലേക്ക് ചെല്ലുന്നില്ല എന്നുള്ളതും അതൊരു കാര്യമാണ്. കാരണം ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഫ്രീ റാഡിക്കൽസിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല ആൻറ്റി ഓക്സിഡൻസ് ഉള്ളിലേക്ക് പോകണം. വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത്. നമ്മൾ മനഃപൂർവ്വം അത് അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒരു ആപ്പിളോ ഒരു ലെമണോ കഴിക്കുന്ന പോലെ അല്ല, അത് നല്ല ഹൈ ഡോസിലേക്ക് ഉള്ളിലേക്ക് ചെല്ലണം എന്നുള്ളതാണ്. നമ്മുടെ ബോഡിയിലേക്ക്, നമ്മുടെ സെൽസിലേക്ക്, നമ്മുടെ ഓർഗൻസിലേക്ക് എത്രത്തോളം ലെവൽ ഓഫ് ടോക്സിൻ ഉള്ളിലേക്ക് പോകുന്നുണ്ടോ അതിനെ സന്തുലനം ചെയ്യാനായിട്ട്, അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഡോസിലുള്ള ആൻറ്റി ഓക്സിഡൻസും ന്യൂട്രിയൻസും ചെല്ലണം എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ആക്സെപ്റ്റൻസ് നമുക്കില്ലാത്തത്. നമ്മളത് ഒട്ടും തന്നെ അംഗീകരിക്കുന്നില്ല. ഫുഡ് കഴിച്ചാൽ മതി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഫുഡിലും ഒന്നും ഇല്ല എന്നുള്ളത് നമ്മൾ ഓർക്കുന്നില്ല. നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്ന ടോക്സിൻസ് പണ്ടുള്ളതിനേക്കാളും ഒരുപാട് മടങ്ങ് കൂടുതലാണ്. ഒരു 100 ഇരട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ ഫുഡ് ഇപ്പോഴും പണ്ടുണ്ടായതിനേക്കാളും വളരെ ലോവർ ലെവലിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ അവിടെയാണ് നമ്മൾ ടെക്നോളജി വെച്ചുകൊണ്ട് അത് ഹയർ ലെവലിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. So let us take a look at each of the important antioxidants needed to protect the sensitive cells in our brain and how well they traverse the blood-brain barrier.
സോ ഡോക്ടർ റേ അടുത്ത് പറയാൻ പോകുന്നത് ഏതൊക്കെ ആൻറ്റി ഓക്സിഡൻസ് ആണ് ഈ പറയുന്ന സെൻസിറ്റീവ് ആയിട്ടുള്ള ബ്രെയിൻ സെൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെ ക്രോസ് ചെയ്തിട്ട് സെൽസിലേക്ക് എത്താൻ പറ്റുന്ന രീതിയിൽ ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ വാട്ട് ആർ ഓൾ ദ ന്യൂട്രിയൻസ് റിക്വയർഡ് ടു പ്രൊട്ടക്റ്റ് അവർ സെൻസിറ്റീവ് സെൽസ് ഓഫ് ബ്രെയിൻ ആൻഡ് to reverse whatever toxins entered already, to neutralize it and to balance and reverse the diseases or the worst things happened into our brain cells. That is the next topic, the right antioxidants for the brain. So we'll read tomorrow about vitamins and minerals required for our brain cells. Thank you.